വിദ്യാർത്ഥികളെ, ടീ ടേബിൾ ടോപ്പിലും അസംബ്ലിയിലും ടങ് ഗ്രോവ് ജോയിന്റ് എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ടോപ്പ് പ്ലാങ്ക് ഒരു ടങ്ങും ഗ്രോവ് ജോയിന്റും ഉണ്ടാക്കുക, വുഡൻ പെഗ് തയ്യാറാക്കുക, ടീ ടേബിൾ ഫ്രെയിം അസംബിൾ ചെയ്യുക, ടീ ടേബിൾ ഫ്രെയിമിലെ ടോപ്പ് പ്ലാങ്ക് ശരിയാക്കുക. മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്: സാൻഡ്പേപ്പർ, wood screw, wood glue, hardwood, portable power circular sew machine, router tool, dado stack blade, chisels, mallet or hammer, measuring and marking tools, screwdriver, drilling machine, bar clamp, clamps, wooden mallet or block, sanding tools, finishing supplies. Process: ഹോൾഡിംഗ് റൂൾ ഉപയോഗിച്ച് വുഡൻ പീസുകളുടെ സൈസ് പരിശോധിക്കുക. ഡ്രോയിങ് അനുസരിച്ച് പീസുകൾ ആവശ്യമുള്ള വീതിയിലും കനത്തിലും ചതുരാകൃതിയിൽ വയ്ക്കുക. 225x15x770 mm ഒരു നമ്പർ, 240x15x770 mm ഒരു നമ്പർ. ഡ്രോയിങ് അനുസരിച്ച് ടീ ടേബിൾ ടോപ്പിന്റെ ആകെ നീളത്തിൽ ടങ്ങും ഗ്രോവ് ജോയിന്റും അടയാളപ്പെടുത്തുക. 225x15x750 mm ഒരു നമ്പർ, 240x15x750 mm ഒരു നമ്പർ. ടങ്ങിന്റെ ഭാഗവും ഗ്രോവിന്റെ ഭാഗവും തയ്യാറായി കഴിഞ്ഞാൽ വയ്ക്കുന്നത് പോലെ ടങ്ങിന്റെയും ഗ്രോവിന്റെയും ഭാഗങ്ങളിൽ പശ പുരട്ടുക. ഗ്രോവിനൊപ്പം ടങ് തിരികെക്കൊണ്ട് ടങ്ങിന്റെ ഭാഗം ശരിയാക്കുക. വിന്യാസം പരിശോധിക്കുക. വിന്യാസം ശരിയാണെങ്കിൽ അതൊരു ബാർ ക്ലാമ്പിൽ മുറുകെ പിടിക്കുക. പശ ഉണങ്ങാൻ അനുവദിക്കുക. പ്ലാങ്കിൽ നിന്ന് ബാർ ക്ലാമ്പ് നീക്കം ചെയ്യുക. സ്മൂത്തിംഗ് പ്ലാങ്ക് ഉപയോഗിച്ച് ടീ ടേബിൾ പ്ലാങ്ക് പൂർത്തിയാക്കുക. ഹോൾഡിംഗ് റൂൾ ഉപയോഗിച്ച് ടീ ടേബിൾ ടോപ്പ് പ്ലാങ്ക് അതിന്റെ വലുപ്പം 450x15x750 mm പരിശോധിക്കുക. എല്ലാ മോർട്ടീസുകളുടെയും മധ്യഭാഗത്ത് ടീ ടേബിളിന്റെ 4 കാലുകളിൽ ഡ്രിൽ ഹോൾ പൊസിഷൻ പോയിന്റ് അടയാളപ്പെടുത്തുക. ആവശ്യാനുസരണം വുഡൻ പെഗ്സ് തയ്യാറാക്കുക. ഫ്രെയിം കഷ്ണങ്ങളുടെ ഒരു വശത്ത് മോർട്ടൈസുകളിലും ടെനോൺ പ്രതലത്തിലും ഫെവിക്കോൾ തുല്യമായി പുരട്ടുക. സൈഡ് ഫ്രെയിം കഷ്ണങ്ങൾ ശരിയായി കൂട്ടിച്ചേർക്കുക. ബാർ ക്ലാമ്പിൽ സൈഡ് ഫ്രെയിം വെക്കുക. അത് ശക്തമാക്കുക. ഡ്രിൽ ഹോളിന്റെ അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ ഡ്രിൽ ഹോൾ അടയാളപ്പെടുത്തുക.
വുഡൻ പെഗിന്റെ പ്രതലത്തിൽ ഫെവിക്കോൾ പുരട്ടുക. പ്രൊജക്ട് ചെയ്ത വുഡൻ പെഗ് മുറിച്ച് തുറന്ന ഹോളിലൂടെ വുഡൻ പെഗ്സ് തിരുകുക. മറുവശത്തെ ഫ്രെയിമിന്റെ അതേ നടപടിക്രമം ആവർത്തിക്കുക. മറ്റ് രണ്ട് സൈഡ് റെയിലുകളുടെയും ടെനോൺ മോട്ടിസുകളുടെയും ഡോവ്ടെയിൽ സോക്കിന്റെയും പിന്നുകളുടെയും മുകളിലും താഴെയുമായി പശ പ്രയോഗിക്കുക. ഒട്ടിച്ചിരിക്കുന്ന സൈഡ് ഫ്രെയിമുകൾ രണ്ടും ശരിയായി കൂട്ടിച്ചേർക്കുക. ഫ്രെയിം അസംബ്ലിയിൽ ബാർ ക്ലാമ്പ് സ്ഥാപിക്കുക. ബാർ ക്ലാമ്പ് ശക്തമാക്കുക. അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ ഡ്രിൽ ഹോൾ ഉണ്ടാക്കുക. വുഡൻ പെഗിന്റെ ഉപരിതലത്തിൽ പശ പ്രയോഗിക്കുക. തുറന്ന ഹോളിലൂടെ വുഡൻ പെഗ് ശരിയായി തിരുകുക. പ്രൊജക്ട് ചെയ്ത വുഡൻ പെഗ്സ് മുറിക്കുക. ഡ്രെയിലിംഗ് കൂട്ടിച്ചേർക്കുന്നതിനും മറുവശത്തെ ഫ്രെയിമിൽ വുഡൻ പെഗ് ഉറപ്പിക്കുന്നതിനുമുള്ള അതേ നടപടിക്രമം ആവർത്തിക്കുക. മുകളിലെ പ്ലാങ്കിൽ ഫ്രെയിം അളവുകൾ അടയാളപ്പെടുത്തുക. സ്ക്രൂകൾ ഉറപ്പിക്കുന്നതിനായി ഒരു ഡ്രിൽ ഹോൾ ഉണ്ടാക്കാൻ പ്ലാങ്ക് ടോപ്പ് പ്ലാങ്കിൽ അളവുകൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ ഡ്രിൽ ഹോൾ ഉണ്ടാക്കുക. കൗണ്ടർ മുകളിലെ പ്ലാങ്കിന്റെ മുകളിലെ പ്രതലത്തിൽ ഡ്രിൽ ഹോൾ മുക്കി. കൗണ്ടർ മുകളിലെ പ്ലാങ്കിന്റെ മുകളിലെ പ്രതലത്തിൽ ഡ്രിൽ ഹോൾ മുക്കി. സ്ക്രൂകൾ ഡ്രിൽ ഹോളിലൂടെ ഉപരിതലം എത്തും വരെ ഡ്രൈവ് ചെയ്യുക. പുട്ടി ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഉപരിതലം അടയ്ക്കുക. ടീ ടേബിളിന്റെ എല്ലാ പ്രതലങ്ങളും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തുക. ടീ ടേബിൾ പൂർത്തിയാക്കുക. വുഡൻ പെഗ് തയ്യാറാക്കുക. വുഡൻ പെഗ് ബെഞ്ച് ഹുക്കിൽ വയ്ക്കുക. ഉറപ്പുള്ള ഉളി ഉപയോഗിച്ച് പെഗ് ഒരു വശത്ത് ടാപ്പർ ചെയ്യുക. പെഗ് തിരിക്കുക. ടേപ്പർ ചെയ്ത ഉപരിതലം ബെഞ്ച് ഹുക്കിലേക്ക് വെക്കുക. ചിത്രം 1. ഉറപ്പുള്ള ഉളി ഉപയോഗിച്ച് പേജിന്റെ മറുവശം ടാപ്പ് ചെയ്യുക. ചിത്രം 1. മറ്റ് രണ്ട് വശങ്ങളിലും ഇതേ നടപടിക്രമം ആവർത്തിക്കുക. ചിത്രം 1. തടിക്കഷ്ണങ്ങൾ 12x12x60 mm നീളത്തിൽ മുറിക്കുക. 16 എണ്ണം. ചിത്രം 1. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ടോപ്പ് പ്ലാങ്ക് ഒരു ടങ്ങും ഗ്രോവ് ജോയിന്റും ഉണ്ടാക്കുന്നത്, വുഡൻ പെഗ് തയ്യാറാക്കുന്നത്, ടീ ടേബിൾ ഫ്രെയിം അസംബിൾ ചെയ്യുന്നത്, ടീ ടേബിൾ ഫ്രെയിമിൽ ടോപ്പ് പ്ലാങ്ക് ശരിയാക്കുന്നത്.